സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. ചോദ്യോത്തര വേളയിൽ തന്നെ പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. ശബരിമലയിലെ സ്വർണം അപഹരിച്ച സംഭവത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുക. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ചോദ്യം നമ്പർ 151 കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് സാർ 2 KFC സ്റ്റാർട്ടപ്പ് കേരള വായ്പാ പദ്ധതി. പ്ലീസ് അവിടെ പോയിരിക്കും. ചാണ്ടി പ്ലീസ്. 2022 സാമ്പത്തിക വർഷത്തിലൂടെ 410 പേർക്ക് പ്രത്യക്ഷമായും 615 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകിയിട്ടുണ്ട്. സാർ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലഭ്യമാക്കുന്ന വായ്പ സാർ സ്പീക്കറെ കാണുന്നില്ല സാർ. സാർ ഇത് റെക്കോർഡ് വരുന്നല്ലാതെ സാർ പുതിയ പദ്ധതികളും ഉണ്ട്. സാർ ഈ റെക്കോർഡ് വരാൻ വേണ്ടി ഞാൻ പറയാണ്, കേരളത്തിൽ ഒരിക്കലും സാധാരണഗതിയിൽ ഇന്ത്യയിൽ എവിടെയും ചോദ്യ സമയത്ത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാറില്ല. ചോദ്യം കോർപ്പറേഷൻ അയ്യപ്പന്റെ സ്വർണം കട്ടവരെന്നും അമ്പലം വിഴുങ്ങികളെന്നും എഴുതിയ ബാനർ പ്രതിപക്ഷം സ്പീക്കർക്ക് മുന്നിൽ ഉയർത്തി. ഒരു കള്ളനെയും സംരക്ഷിക്കില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാലും പറഞ്ഞു. സാർ, അങ്ങേക്ക് കാണാൻ വയ്യ ശ്രീ ചാണ്ടിയുമ്മൽ ആര്യാടൻ ഉൾപ്പെടെ പുതിയ മെമ്പർമാരാണ് സഭയിൽ. അവരുൾപ്പെടെയാണ് ഈ ബാനർ പിടിക്കാനായിട്ട് അവരെ ഏൽപ്പിക്കാൻ കൊള്ളാവോ? ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ആ ഏറ്റവും പുതിയ മെമ്പർമാരെ കൊണ്ടാണോ ഈ ബാനർ പിടിപ്പിച്ചിങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നത്? സാർ, അങ്ങ് കാണാത്തതുകൊണ്ട് ഞാൻ പറയാണ്, ഇങ്ങനെ ഈ നിയമസഭ ചെയ്യാൻ പാടില്ല. പിന്നെ നാട്ടിലാകെ അപമാനം ഉണ്ടാവും. ഏത് തെറ്റായ വൃത്തികെട്ട കാര്യം ഉണ്ടെങ്കിലും അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റാണ് സാർ ഇവിടെ. ഒരു കള്ളന്മാരെയും സംരക്ഷിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം മറച്ചു വെക്കാനും ചർച്ച ഒഴിവാക്കാനുമാണ് സാർ ചെയ്യുന്നത്. പുകവറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സ്പീക്കറെ മറച്ച് ബാനറും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം ഇറങ്ങിയതോടെ ചോദ്യോത്തരവേള സ്പീക്കർ നിർത്തിവെച്ചു. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല. ഇതൊരു മാന്യമായ രീതിയല്ല. ബഹുമാനപ്പെട്ട അങ്ങോട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, ചോദ്യോത്തര വേള തടസ്സപ്പെടുന്ന രീതി സഭാ നടപടികളുടെ അനാദരവാണ്. അംഗങ്ങൾ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. സഭാ നടപടികൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ആർ ശ്രീജിത്ത് നിയമസഭയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ സഭാ നടപടികൾ പുനരാരംഭിച്ചപ്പോൾ ബഹളമുണ്ടായോ? SKN സഭാ നടപടികൾ 10 മണിക്ക് ശൂന്യവേളയോടെ ആരംഭിച്ചിരിക്കുകയാണ്. ശൂന്യവേളയുടെ തുടക്കത്തിൽ ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷാണ് നിയമസഭയിൽ സംസാരിക്കുന്നത്. ഈ ചോദ്യോത്തരവേള മുതൽ തന്നെ സഭ സ്തംഭിപ്പിക്കുന്നത് ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് എന്നാണ് MP രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്ത സർക്കാരാണ് ഇത്. ഈ സഭാ സമ്മേളന കാലത്ത് തന്നെ 4 അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തു. അപ്പോൾ ചർച്ചകൾക്ക് സർക്കാർ എക്കാലവും ഒരുക്കമാണ്. എന്നാൽ പ്രതിപക്ഷം പുകമറ സൃഷ്ടിച്ച് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നു. ചർച്ചകളെ പ്രതിപക്ഷം ഭയപ്പെടുകയാണ്. ഇത്തരത്തിൽ ചോദ്യോത്തരവേള അടക്കമുള്ള കാര്യങ്ങളിൽ സഭ സമീപിക്കുന്നത് ഒരു തെറ്റായ നടപടിയാണ്. ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കർ ഡൈസിലേക്ക് ഇരച്ചു കയറിയിരിക്കുന്നു. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തിയിരിക്കുന്നു. വലിയ തോതിലുള്ള ബഹളമാണ് നിയമസഭയ്ക്കകത്ത് നടക്കുന്നത്. സഭാ നടപടികൾ പൂർണ്ണമായും സ്തംഭിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ഏതാണ്ട് വ്യക്തമാണ്. എന്തായാലും പ്രതിപക്ഷത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് സ്പീക്കർ നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ അടിയന്തര പ്രമേയത്തിനോ അല്ലെങ്കിൽ സബ്മിഷനോ നോട്ടീസ് നൽകാതെയാണ് സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചത് എന്നാണ് സ്പീക്കർ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നോട്ടീസും നൽകാതെ ഇത്തരത്തിൽ കാര്യങ്ങൾ ഉന്നയിക്കുകയും അതുവഴി സഭ സ്തംഭിപ്പിക്കുകയും ചെയ്യുന്നത് തീർത്തും തെറ്റായ നടപടിയാണ് എന്നാണ് സ്പീക്കറും ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. പ്രതിപക്ഷം ചർച്ചകളെ ഭയപ്പെടുത്തുന്നു. മാത്രമല്ല, പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇല്ലാതാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. സഭയിൽ ഇപ്പോഴും പ്രതിപക്ഷം ബഹളം തുടരുകയാണ്. സഭയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സഭയിൽ ബഹളം നടക്കുകയാണെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ആർ ശ്രീജിത്ത് നിയമസഭയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത്. അതിൻ്റെ നടുത്തളത്തിൽ പ്രതിപക്ഷം ഇറങ്ങിയെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ആദ്യം നടന്ന പ്രതിഷേധത്തിന് ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വലിയ അതായത് അമ്പലം വിഴുങ്ങികൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡും പിടിച്ചുകൊണ്ടായിരുന്നു നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ ഉയർത്തിയത്. കടുത്ത പ്രതിഷേധമാണ്. ആർ ശ്രീജിത്ത് വീണ്ടും ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധത്തിൻ്റെ കടുപ്പം കുറഞ്ഞിട്ടുണ്ടോ?
സഭാ നടപടികൾ SKN ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. സദസ്സണിക്കൽ അവതരിപ്പിച്ചുകൊണ്ട് പുതുക്കാട് MLA KK രാമേന്ദ്രൻ ഇപ്പോൾ സംസാരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ബഹളം ഇതിന് സമാന്തരമായി സഭാതലത്തിൽ അലയടിക്കുന്നുണ്ട്. സ്പീക്കറുടെ മുഖം മറച്ചുള്ള ബാനർ ഉയർത്തിയും സ്പീക്കറുടെ ഡയസിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടും പ്രതിപക്ഷങ്ങൾ തങ്ങളുടെ അതേ പ്രതിഷേധ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഭാ നടപടികൾ എത്ര നേരം മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമാണ്. നടപടികൾ വേഗത്തിലാക്കി സഭ പിരിയാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്. ഇന്ന് 6 സുപ്രധാന ബില്ലുകൾ സഭ പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ പ്രതിപക്ഷ ബഹളം മൂലം ഈ ബില്ലുകളുടെ മേലുള്ള ചർച്ച എത്രമാത്രം ഫലപ്രദമായി നടക്കുമെന്ന് സംശയമാണ്. ഇന്ന് അപരാഹ്ന സമ്മേളനം കൂടി നിശ്ചയിച്ചിട്ടുള്ള ദിവസമായിരുന്നു. അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ 6 ബില്ലുകളും ചർച്ചക്കെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ അത്തരം ചർച്ചകളിലേക്കൊന്നും സഭ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കുറവാണ്. ശൂന്യവേളയുടെ തുടക്കത്തിൽ തന്നെ പാർലമെന്ററി കാര്യമന്ത്രി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് സംസാരിച്ചു. സ്പീക്കറും ഒരു നോട്ടീസ് പോലും നൽകാതെ, ഒരു സബ്മിഷൻ പോലും നൽകാതെ എങ്ങനെയാണ് ഈ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയം സഭ ഡിസ്പോസ് ചെയ്യുക എന്ന പരാമർശമാണ് സ്പീക്കറിൽ നിന്ന് ഉണ്ടായത്. അപ്പോൾ ഒരു നോട്ടീസ് നൽകാതെ ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചതിലുള്ള അതൃപ്തി സ്പീക്കർ ചെയർ പ്രകടമാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും സഭയിൽ സദസ്സണിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. പ്രതിപക്ഷ ബഹളം തുടരുന്നു. അതുതന്നെയാണ് സ്ഥിതി. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സഭാ നടപടികൾ വേഗത്തിൽ തീർപ്പാക്കി പിരിയാനാണ് സാധ്യത. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നിയമസഭാ ദൃശ്യങ്ങൾ 5 മിനിറ്റ് ലേറ്റായിട്ട് മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു തരാൻ കഴിയാതെ പോകുന്നത്. പ്രതിപക്ഷം നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട് നിയമസഭയിൽ ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.